നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ചെറിയൊരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. മലബാർ എക്സ്പ്രസ്സിന് കയറിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീപ്പറിന്. ജനറലിന് കയറി ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ട് സ്ലീപ്പറിൽ ബുക്ക് ചെയ്തിട്ട് സ്ലീപ്പറിൽ കയറിയിട്ട് ഇങ്ങോട്ട് വന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം നിങ്ങൾ കണ്ടിട്ട് വാ. ഇവിടം വരെയുള്ള കാഴ്ച പയ്യന്നൂർ ടു ബേക്കൽ ഫോർട്ട്. നമ്മുടെ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ ആദ്യത്തെ വണ്ടി വരുന്നത് ഒരു ഗുഡ്സ് ട്രെയിനാണ്. അടുത്തത് ഒരു ഗുഡ്സ് ട്രെയിൻ ആണല്ലോ. എന്തുവാ ഇത്? ട്രെയിൻ സ്പോട്ടിങ്ങിന് മൊത്തം ഗുഡ്സ് ട്രെയിൻ ആണോ? ഒരു G9 ട്വിൻസ് വെച്ചിട്ടൊരു BCNA ഫ്രൈറ്റ് വരുന്നുണ്ട് അപ്പുറത്തേക്ക് കൂടെ. കാസിപ്പേട്ട് ലോക്കോ ഷെഡിൻ്റെയാണേ. WAG9 ട്വിൻസ്. ആ BCNA ഫ്ലൈറ്റ് എന്തായാലും ഇവിടുന്ന് എടുത്തിട്ട് പോകില്ല, കാരണം ഇപ്പം 7:30 ഈ സമയത്ത് നമ്മുടെ മംഗലാപുരത്ത് നിന്ന് ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്കൊന്ന് വന്ദേ ഭാരത് പയ്യന്നൂർ സ്കിപ്പ് ചെയ്യുന്ന ടൈമാണ്. ഇതിനെ ഫ്ലൈറ്റിനെ ഇവിടെ പിടിച്ചിട്ട് ഇപ്പം വന്ദേ ഭാരത് വരും. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് വരുന്നുണ്ടേ. ഇപ്പം 20 കോച്ചല്ല നമ്മുടെ വന്ദേ ഭാരതിന്. 8-ന്ന് 16 16-ന്ന് 20 ഇതെവിടെ എത്തി. ഏഴ് 20 പയ്യന്നൂർ എത്തേണ്ട മലബാർ ഇപ്പം 7:48 ഇവിടെ പയ്യന്നൂരെത്തി. നല്ല ലേറ്റാണ് വണ്ടി. അരക്കോണത്തിൻ്റെ ഒരു P4 ആണ് ലോക്കോ. ഞാൻ മലബാറിൽ കയറി. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ സമയത്ത്. ഇതിൻ്റെ ജനറലിൽ അത്യാവശ്യം നല്ല തിരക്കാണ് ഉണ്ടാകുന്നത്, ജോലിക്ക് പോകുന്നവരവരൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തു. S7 11 അപ്പർ ബർത്ത് എനിക്ക് കിട്ടിയത്. ട്രെയിനിൻ്റെ വീഡിയോ ഒക്കെ മര്യാദക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇപ്പുറം കുറേ ആൾക്കാർ നിൽക്കുന്നത് ഇപ്പം മറ്റേ നേത്രാവതി വരും, മുംബൈ LTT തിരുവനന്തപുരം സെൻട്രൽ. അതിന് കാഞ്ഞങ്ങാട് വെച്ചിട്ട് നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് ഓവർടേക്ക് അടിച്ചു. അതുകൊണ്ട് ഇന്ന് ആ വണ്ടി ലേറ്റാണ് നേത്രാവതി. നമ്മുടെ വണ്ടി അങ്ങനെ പയ്യന്നൂരിൽ നിന്ന് ഡിപ്പാർട്ടായി. നേത്രാവതിയിലെ അനൗൺസ്മെന്റ് വന്നു. 7:55 ആകുമ്പോൾ ഇവിടെ പയ്യന്നൂർ എത്തുന്ന കാണിക്കണം. ഇപ്പം വേർ ഇസ് മൈ ട്രെയിൻ ആപ്പിൽ. മലബാർ എക്സ്പ്രസ് അങ്ങനെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം ഇപ്പം 8:10 ആയിട്ടുണ്ട്. നമ്മുടെ തൊട്ട് പുറകിൽ 221-49 നമ്പർ എറണാകുളം ജംഗ്ഷൻ നിന്ന് പൂനെയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അതിപ്പം ഏകദേശം പയ്യന്നൂരൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ട്, തൃക്കരിപ്പൂരൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇനി ചെറുവത്തൂർ വെച്ചിട്ട് അത് ഓവർടേക്ക് അടിച്ച് കയറി പോയിട്ടാണോ നമ്മൾ വിടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓവർടേക്ക് തന്നെയാണ്. എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. ഒരു P4 ലോക്കോ.
221-49 നമ്പർ എറണാകുളം ജംഗ്ഷൻ പൂനെ ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് ഇപ്പം നമ്മുടെ മലബാറിനെ തേച്ചൊട്ടിച്ചിട്ട് കയറിപ്പോയി. അതിന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് മാത്രമേ സ്റ്റോപ്പുള്ളൂ. അതുകൊണ്ടാണ് അത് സ്പീഡിൽ അങ്ങ് പോകുന്നത്. നമ്മുടെ മലബാറിന് അവിടെ ഇവിടെയൊക്കെ സ്റ്റോപ്പല്ലേ, അതുകൊണ്ട് ഇങ്ങനെ നിർത്തി പോകുന്നതുകൊണ്ട് ഇതിന് ഓവർടേക്ക് അടിച്ച് കയറിയിട്ട് ആ വണ്ടി പോയി. പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒരു ബൈ വീക്കിലി വണ്ടിയാണ്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സർവീസ് നടത്തുന്ന വണ്ടിയാണ്. എറണാകുളത്ത് നിന്ന് പുലർച്ചെ 2:15 എടുത്താൽ പിറ്റേ ദിവസം 5:50 ആവുന്ന സമയത്ത്, പുലർച്ചെ 5:50 ആവുന്ന സമയത്ത് പൂനെയിലെത്തും. ആ വണ്ടി പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് കാസർഗോഡ് വഴി മംഗലാപുരം ജംഗ്ഷൻ കയറും. എന്നിട്ട് നേരെ കൊങ്കൺ വഴി രത്നഗിരി പനവേൽ കയറും. പനവേൽ നിന്നിട്ട് കർജത്ത് ലോണാവാല വഴിയാണ് പൂനെയിലേക്ക് പോകുന്നത്. നമ്മുടെ എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ് ഇല്ലേ, ആ വണ്ടിയായിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ പൂനെ സൂപ്പർ ഫാസ്റ്റ്. അതുപോലെ ഇത് പൂനെയിലെത്തിയിട്ട് ബീഹാറിലെ ദർഭംഗ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കും പോകുന്നൊരു വണ്ടിയായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട് ഈ വണ്ടിക്ക്. നമ്മൾ ചെറുവത്തൂരിൽ നിന്നിപ്പം വണ്ടി എടുത്തു. സമീപം 8:20 ഇവിടേക്ക് 161-60 നമ്പർ മംഗളൂരു സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് വരുന്നുണ്ട്. മലബാർ എക്സ്പ്രസ് നീലേശ്വരം എത്തിയിട്ട് ഡിപ്പാർട്ടായി. അപ്പുറം ഒരു WDG4 കിടക്കുന്നുണ്ടോ എറണാകുളത്തിൻ്റെ. KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മളങ്ങനെ ബേക്കൽകോട്ട സ്റ്റേഷൻ അടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ എത്താനാകുമ്പോഴുള്ള കാഴ്ചകൾ കണ്ടോ, കടല്, മരങ്ങള്, രക്ഷയില്ല. അങ്ങനെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തി. ഇവിടെ ഇറങ്ങി. ഈ കാണുന്ന കോച്ചിനാണ് ഞാൻ കയറിയിട്ട് വന്നത്. ഇതൊരു 2013 മാനുഫാക്ചേർഡ് കോച്ചാണ്, S7. ജനറലിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ മൊത്തം ആൾക്കാരാണ്. ഇതിൽ നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റാണ്, ലേഡീസ് കോച്ചാണ്. അങ്ങനെ മലബാർ എക്സ്പ്രസ് ഇവിടുന്ന് പോയി. ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ആകെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ, 1, 2. അതുപോലെ 2 ട്രാക്കാണുള്ളത്. 2 ട്രാക്കും മെയിൻ ലൈനാണ്. ലൂപ്പും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടെയൊക്കെ കണ്ടോ, മൊത്തം കാട് പിടിച്ച് കിടക്കുക. പ്ലാറ്റ്ഫോമിന് മുട്ടിയിട്ട് തന്നെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. നമ്മൾ നേരത്തെ കണ്ട 165-11 നമ്പർ KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ഇപ്പോൾ ഷോർട്ട് ടെർമിനേറ്റഡ് ആണ്. വണ്ടി ഇപ്പോൾ KSR ബംഗളൂരിലേക്ക് പോകുന്നില്ല. ഇനിയിപ്പോൾ 2026 ജനുവരി 15 വരെ ആ വണ്ടി യാത്ര അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നതും SMVT ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലായിരിക്കും കേട്ടോ. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. ആ വണ്ടി നമ്മുടെ കണ്ണൂരുകാർക്ക് അല്ലെങ്കിൽ കാസർഗോഡുകാർക്കൊക്കെ ബാംഗ്ലൂർ പോകാൻ പറ്റിയ നല്ല കിടിലം വണ്ടിയാണ്. വൈകുന്നേര സമയത്ത് കണ്ണൂരിൽ നിന്ന് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത്, പുലർച്ചെ ആവുന്ന സമയത്ത് അത് ബാംഗ്ലൂരെത്തും. പിന്നെ വേറെയും വണ്ടിയുണ്ട്. നമ്മുടെ കണ്ണൂരുകാർക്ക് ബാംഗ്ലൂർ പോകാൻ 2 വണ്ടികളുണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞതാണ്. ഒരു വണ്ടി പാലക്കാട് വഴി പോകുന്നതാണ്, ഒരു വണ്ടി നമ്മുടെ കാസർഗോഡ് മംഗലാപുരം വഴിയും പോകും. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിടം കേട്ടോ. ചെറിയൊരു കെട്ടിടമാണേ. തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ കുറച്ച് ഓട്ടോ ടാക്സികളുണ്ട്, ഓട്ടോറിക്ഷകൾ. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുറവാണേ. ഇങ്ങനെ ഉള്ള സ്ഥലത്ത് എല്ലാവരും കാറൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക, കാറും ബൈക്കും കാര്യങ്ങളൊക്കെ.
അവിടെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് വന്ന പാസഞ്ചർ പറയാനുണ്ട്. 9:30 അത് ഇവിടെ എത്തും. അതിന് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങ് കാണുന്നതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഇതാണ് അപ്രോച്ചിങ് റോഡ്. പിന്നെ തൊട്ടവിടെ തന്നെ മെയിൻ റോഡ് പോകുന്നുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ അങ്ങോട്ടേക്ക് പോയി നോക്കാം. ടേക്ക് എ ബ്രേക്ക്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്, എന്തൊക്കെ കടകളൊക്കെ കാണുന്നുണ്ട്. ഹോട്ടലൊക്കെ ഉണ്ടോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പുറത്തെ സൈഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വണ്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. കണ്ടോ, കണ്ണൂർ മംഗളൂരു സെൻട്രൽ പാസഞ്ചർ ഇപ്പോൾ എത്തും 9:15 ആകുമ്പോൾ. ഇവിടെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് വണ്ടിയൊക്കൊന്നും സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. കുറച്ച് വണ്ടിയൊക്കെ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഒരെണ്ണം നമ്മളിപ്പോൾ വന്ന നമ്മുടെ മലബാർ എക്സ്പ്രസ്, അതിനിവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ രണ്ടാമത്തെ വണ്ടി കണ്ണൂരിൽ നിന്ന് മംഗലാപുരം സെൻറ്ററിലേക്ക് വന്നൊരു പാസഞ്ചർ ഉണ്ട്. ആ വണ്ടി ഇപ്പോൾ ഇവിടെ എത്തും. 9:15 ഇവിടെ എത്തും. ആ വണ്ടിക്ക് കയറാൻ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ആ വണ്ടിയുണ്ട്. പിന്നെ അതിന് തൊട്ട് പുറകിൽ 9:30, 9:40 ആവുന്ന സമയത്ത്, ഇന്ന് ലേറ്റായ ടൈമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ 163-47 നമ്പർ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം സെൻറ്ററിലേക്ക് പോകുന്ന എക്സ്പ്രസ് വരുന്നുണ്ട്. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂർ പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. 10:20 എങ്ങാനാകുമ്പോൾ തോന്നുന്നു ഇവിടെ എത്തുന്ന വണ്ടി. ഇങ്ങനെ 3-4 വണ്ടിക്ക് രാവിലെ ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇത്രയും വണ്ടിക്കൊക്കെ ഇവിടെ സ്റ്റോപ്പുള്ളൂ. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ട് വരുന്ന തൊട്ടടുത്ത സ്റ്റേഷനാണ് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ കാസർഗോഡ് ഭാഗത്തു നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നതാണെങ്കിൽ കോട്ടിക്കുളം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റേഷനാണ് ഈ ബേക്കൽ ഫോർട്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറേ പിള്ളേർ പോകുന്നുണ്ട്. പള്ളിയോ സ്കൂളോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മദ്രസ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. കുറേ പേര് ക്ലാസ്സും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. അതിലൂടെ പോകുന്നുണ്ട്. മൊത്തം കാടാണ്, അതുകൊണ്ടാണ് മര്യാദക്ക് കാണാത്തത്. അങ്ങോട്ടേക്ക് കണ്ടോ, മൊത്തം കാട് പിടിച്ച് കിടക്കുക. 567-17 നമ്പർ കണ്ണൂർ മംഗളൂരു സെൻട്രൽ പാസഞ്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ. സമയം ഇപ്പോൾ 9:20 ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു P4 ആണ് ലോക്കോ. 223-40 നമ്പർ. വണ്ടിക്ക് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. രാവിലത്തെ ടൈമല്ലേ, ഓഫീസിൽ പോകുന്നവരും ബാക്കിയുള്ള ജോലിക്ക് പോകുന്നവരും അവരവരൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട്. ഈ മംഗളൂരു സെൻട്രൽ പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് ഡെയിലി സർവീസ് എടുത്തുന്ന വണ്ടിയാണ്. കണ്ണൂരിൽ നിന്ന് രാവിലെ 7:45 എടുത്തിട്ട് 10:55 ആവുന്ന സമയത്ത് മംഗലാപുരത്തെത്തും. ഏകദേശം 131 കിലോമീറ്റർ 3 മണിക്കൂറും 10 മിനിറ്റും കൊണ്ടാണ് ഈ വണ്ടി കവർ ചെയ്യുന്നത്. ഈ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ കടലാണ്. ഇങ്ങനെ കടൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതുണ്ടോ, ആ നീല കളറ് കാണുന്നതൊക്കെ കടലാണേ. ഇങ്ങനെ നേർന്ന് കിടക്കുന്ന കടൽ. പിന്നെ ഇപ്പുറത്തൊക്കെ ബീച്ചാണ്, റെഡ് മൂൺ ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ബീച്ച്. ആ ഒരു ആകാശത്തൊട്ടിൽ കണ്ടോ നിങ്ങൾ, അതൊക്കെ ആ ഒരു ബീച്ചിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബേക്കൽ ഫോർട്ടിലേക്ക് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം വരുന്നുണ്ട്. ഇവിടുന്ന് ഓട്ടോറിക്ഷയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾ ബേക്കൽ ഫോർട്ട് പോകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലബാർ എക്സ്പ്രസ്സിന് കയറിയിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്സിന് കയറിയിട്ട് ഇവിടെ ബേക്കൽ ഫോർട്ടിൽ ഇറങ്ങാം. ഇവിടുന്ന് എന്നിട്ട് ഓട്ടോ ആക്കിയിട്ട് പോയാൽ മതി. ഇവിടുന്ന് ഫ്രണ്ടിൽ തന്നെ ഓട്ടോകൾ ഇഷ്ടം പോലെയുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് പോകാം. 2 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് ദൂരമുള്ളൂ. 163-47 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് വരുന്നുണ്ടേ. ഒരു P7 ലോക്കോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത് മെയിൻ ലൈൻ ആയതുകൊണ്ട് വണ്ടി വരുന്നതും പോകുന്നതൊക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും കേട്ടോ. വണ്ടി വന്നത് കണ്ടില്ല ഇപ്പം നിങ്ങൾ, നല്ല സ്പീഡിലാണ് വന്നേ. ജനറലൊക്കെ നല്ല തിരക്കാണല്ലോ. കറക്റ്റ് 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം ഇവിടുന്ന് വണ്ടി എടുത്തു ബേക്കൽ ഫോർട്ടിൽ നിന്ന് മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. ഈ വണ്ടിക്കും ലേഡീസ് ഓൺലി കോച്ച് ഉണ്ടേ. അതിൽ വലിയ ആൾക്കാരൊന്നുമില്ല, തിരക്കൊക്കെ കുറവാണ്. ജനറേറ്റർ കാർ, ലഗേജ് ബ്രേക്ക് ആൻഡ് ജനറേറ്റർ കാർ.
അങ്ങനെ ഈ വണ്ടിയും ബേക്കൽ ഫോർട്ട് കടന്നു പോയി. ട്രെയിൻ സ്പോട്ടിങ്ങിനൊക്കെ പറ്റിയ നല്ല കിട്ടില്ലൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. കുറച്ച് അവിടെയായിട്ട് ഇങ്ങനെ കർവാണേ. അവിടുന്ന് വരുന്ന വണ്ടിയൊക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ അപ്പുറത്തെ സൈഡ് ഭയങ്കര വെയിലാണ്. അതാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോകാത്തത്. ഇപ്പുറം ഭാഗത്ത് ഗ്രീൻ സിഗ്നൽ വീണിട്ടുണ്ടല്ലോ. ഏതൊരു വണ്ടി വരാനുണ്ട്. മിക്കവാറും ഗുഡ്സ് ആയിരിക്കും. ഒരു കണ്ടെയ്നർ ഫ്ലൈറ്റാണ് പോയത്. G9 ആയിരുന്നു എൻ്റെ ലോക്കോ. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ എക്സ്പ്രസ് വരുന്നുണ്ട്. 163-24 നമ്പർ. ഒരു WP1 അതിൻ്റെ ലോക്കോ. ഡെയിലി സർവീസ് നടത്തുന്ന ഈ കോയമ്പത്തൂർ എക്സ്പ്രസ് മംഗലാപുരം സെൻറ്ററിൽ നിന്ന് രാവിലെ 9 മണിക്കെടുത്താൽ അന്നത്തെ ദിവസം രാത്രി 8 മണിയാവുന്ന സമയത്ത് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തും. ഏകദേശം 407 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 11 മണിക്കൂറാണ് ഈ വണ്ടി എടുക്കുന്നത്. മെല്ലെ മെല്ലെ എല്ലാ സ്ഥലത്തും നിർത്തി ഇങ്ങനെ പതുക്കെ പോവുള്ളൂ ഈ വണ്ടി. ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു WP1 ലോക്കോ ആയിരുന്നു കോയമ്പത്തൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ. എന്താ അല്ലേ, ഫസ്റ്റ് ജനറേഷൻ WP1. നമ്മളെ അത് കഴിഞ്ഞിട്ട് വന്നതാണ് WP4-ഉം 7-ഒക്കെ. ഫസ്റ്റ് ജനറേഷൻ. ചില വണ്ടികൾക്കൊക്കെ ഇത് WP1 അവർ കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ സതേൺ റെയിൽവേയുടെ കീഴിൽ ഈ റോഡ് ലോക്കോ ഷെഡിന് മാത്രമേ ഈ WP1 ഇപ്പോൾ ഉള്ളൂ, നിലവിലുള്ളൂ. നമ്മുടെ കേരള ഓൺ ട്രാക്ക് തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ യാത്ര ചെയ്തത് ഈ വണ്ടിക്കാണ്, കോയമ്പത്തൂർ എക്സ്പ്രസ്സിന്. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ എക്സ്പ്രസ് മഞ്ചേശ്വരത്തു നിന്ന് ഷൊർണൂർ വരെ. ആ ഒരു ഓർമ്മ ഇങ്ങനെ വന്നു ആ വണ്ടി കണ്ടപ്പോൾ. സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പം കോയമ്പത്തൂർ എക്സ്പ്രസ്സിന് കയറിയിട്ട് പോയേ. ഇപ്പം സ്റ്റേഷനൊക്കെ empty ആയി. അങ്ങ് അതിലൂടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതിപ്പോൾ ട്രെയിൻ ഇറങ്ങിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവരും ഇപ്പോൾ വീട്ടിൽ പോകും. ഇനിയിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. മാംഗ്ലൂർ സെൻട്രൽ മെയിൽ വരുന്നുണ്ട്. ഒരു P4 ലോക്കോ. നല്ല മഴക്കാറുണ്ടായിരുന്നേ. നല്ല ചൂടും അല്ലായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെയൊക്കെ. അതുകൊണ്ടിപ്പം മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ക്യാമറയിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ നേർത്ത മഴയാണ്. നല്ല മഴക്കാറുണ്ട്. മിക്കവാറും പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഫുള്ള് ഓട്ടയാകണ്ടോ. ആകാശം കാണാം. തുരുമ്പിച്ചിട്ട് മൊത്തം ഇങ്ങനെ ഹോള് വീണു ആ ഷീറ്റിനൊക്കെ. ഇതേ മഴയും വന്നു, വെയിലും വന്നു. നല്ല വെയിലാണ് ഇപ്പോൾ. എവിടെയോ കുറുക്കൻ്റെ കല്യാണം ഉണ്ടോയെന്ന് തോന്നുന്നു. കല്യാണത്തിന് പോയാൽ സദ്യ കിട്ടുമോ? നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ടോ? നമ്മളെ നാട്ടിലൊക്കെ മഴയും വെയിലും കൂടി ഒരുമിച്ച് വന്നാൽ കുറുക്കൻ്റെ കല്യാണമാണെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാറുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. (209-24) നമ്പർ ഗാന്ധിധാമെന്ന് തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ നമ്മുടെ ബേക്കൽ ഫോർട്ട് സ്കിപ്പ് അടിച്ചിട്ട് പോയത്. ആ വണ്ടി വരുന്ന സൗണ്ട് ഞാൻ കേട്ടില്ല ഗൈസ്. ലോക്കോ വന്ന് പാസ് ചെയ്ത് പോയ പിന്നെ ഞാൻ വീഡിയോ ഓണാക്കിയത്. ലോക്കോ ഒരു WP7 ആയിരുന്നു. ലോക്കോ ഷെഡ് ഏതാണെന്നും ഞാൻ കണ്ടില്ല. സോറി ഗൈസ്. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് വണ്ടി വന്നിരുന്നത്. ഈ ഹംസഫർ എക്സ്പ്രസ് ഒരു വീക്കിലി വണ്ടിയാണ്. എല്ലാ തിങ്കളാഴ്ചയും മാത്രം സർവീസ് നടത്തുന്ന വീക്കിലി വണ്ടിയാണ്. ഗുജറാത്തിലെ ഗാന്ധിധാം എന്ന് എല്ലാ തിങ്കളാഴ്ചയും പുലർച്ചെ 4:50 എടുത്തിട്ട് അടുത്ത ദിവസം, അതായത് ബുധനാഴ്ച പുലർച്ചെ 2:05 ആവുന്ന സമയത്ത് തിരുനെൽവേലി ജംഗ്ഷനിലെത്തും. ഏകദേശം 2402 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 45 മണിക്കൂറും 15 മിനിറ്റാണ് ഈ വണ്ടി എടുക്കുന്നത്.
ഇപ്പം കൊങ്കണിൽ മൺസൂൺ ടൈം ടേബിൾ പ്രകാരമാണ് 45 മണിക്കൂർ എടുക്കുന്നത്, ഇല്ലെങ്കിൽ 43 മണിക്കൂർ സംതിങ് ആണ് ഈ വണ്ടി എടുക്കുന്നത്. അഹമ്മദാബാദ് സൂറത്ത് വഴി അങ്ങനെ നേരെ താഴേക്ക് വന്നിട്ട് പനവേലിലേക്ക് കയറും. എന്നിട്ട് പനവേലിൽ നിന്ന് കൊങ്കൺ ഫുള്ള് കവർ ചെയ്തിട്ട് മംഗളൂരു ജംഗ്ഷൻ കാസർഗോഡ് വഴി കയറിയിട്ട് കേരളം മൊത്തം ചുറ്റിയിട്ട് തിരുവനന്തപുരം വഴിയാണ് ഈ വണ്ടി നേരെ തിരുനെൽവേലിയിലേക്ക് പോകുന്നത്. മുംബൈ LTT തിരുവനന്തപുരം നോർത്ത് ഗരീബ് രത്ത് എക്സ്പ്രസ് വരുന്നുണ്ടേ. പാവപ്പെട്ടവൻ്റെ രഥം, പാവപ്പെട്ടവൻ്റെ AC ട്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന 122.01 നമ്പർ മുംബൈ LTT തിരുവനന്തപുരം നോർത്ത് പഴയ കൊച്ചുവേളിയിലേക്ക് പോകുന്ന ഗരീബ് രത്ത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയത്. ഏകദേശം 1503 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 30 മണിക്കൂർ എടുക്കുന്ന ഈ വണ്ടി ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഒരു ബൈ വീക്കിലി വണ്ടിയാണ്. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മുംബൈ LTT നിന്ന് വൈകുന്നേരം 4:45 എടുത്തിട്ട് പിറ്റേ ദിവസം രാത്രി 10:45 ആവുന്ന സമയത്ത് തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തും. രണ്ട് പെയറിംഗ് ട്രെയിനുകൾ ഒരുമിച്ച് കൂടിക്കണ്ട കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താ അല്ലേ, നൈസായിരുന്നു അത്. ഒരെണ്ണം നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഇൻ്റർസിറ്റിയും പിന്നെ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഇൻ്റർസിറ്റിയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വെച്ചിട്ട് കൂടിക്കണ്ടു. നൈസായിരുന്നു അത്. ആദ്യം വന്ന വണ്ടി 226/10 നമ്പർ കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ ഇൻ്റർസിറ്റിയാണേ. നമ്മുടെ കോയമ്പത്തൂരിൽ നിന്നൊക്കെ രാവിലെ സമയത്ത് ഈ മലബാർ ഏരിയയിലേക്ക് വരാൻ വേണ്ടി പറ്റിയ ഒരു കിടിലൻ ഇൻ്റർസിറ്റിയാണ് ആ ഒരു വണ്ടി. 2011 ഈ ഇൻ്റർസിറ്റിയുടെ സർവീസ് തുടങ്ങിയത്. ആ സമയത്ത് ഈ വണ്ടി പാലക്കാട് ജംഗ്ഷൻ വരെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പാലക്കാട് ജംഗ്ഷൻ മംഗളൂരു സെൻട്രൽ ഇൻ്റർസിറ്റി ആയിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ വർഷം, അതായത് 2012 പാലക്കാട് നിന്ന് നേരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കോയമ്പത്തൂർ വരെയാക്കി. അങ്ങനെയാണ് ഇപ്പം മംഗളൂരു കോയമ്പത്തൂർ മംഗളൂരു ഇൻ്റർസിറ്റി ആയിട്ട് ഓടുന്നത്. സമയം ഇപ്പോൾ 12:10 ആവാനായിട്ടുണ്ട്. 12:08 കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ. ഇനിയിപ്പം വണ്ടി വരേണ്ടത് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതാണ്. അത് ഇവിടെ കാസർഗോഡ് കയറേണ്ടത് 1:20 ഏകദേശം 1 മണിക്കൂറിന് മേലെ ടൈം ഉണ്ട് നമുക്ക്. അതുവരെ പോസ്റ്റാണ്. ഇവിടെ നമുക്ക് കുറച്ച് ആ ഒരു കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. വേണ്ടോ ആ ബീച്ചിൻ്റെ ഒരു സൈഡൊക്കെ കാണുന്നത് അടിപൊളിയാണ്. ഭയങ്കര വെയിലായി, അതേ ഉള്ളൂ പ്രശ്നം. ആ മഴക്കാരൊക്കെ എവിടെയോ പോയി. അതുകൊണ്ട് ഇപ്പം ഭയങ്കര വെയിൽ. ഞാൻ ആ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയേ. ഈ കാണുന്നതൊക്കെയാണ് സ്റ്റേഷൻ ബിൽഡിങ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വിശാലമായൊരു സ്പേസ്, പാർക്കിംഗ് സ്പേസൊക്കെ കാണാം. അവിടെ എൻട്രി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ ബീച്ചിലേക്ക് പോകുന്ന എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. തൊട്ടിപ്പുറത്തായിട്ട് കടലും കാണാം. ഇതുണ്ടോ എന്ത് രസമല്ലേ. അങ്ങ് അവിടെ കണ്ടോ ഒട്ടകം കിടക്കുന്നത്, ഒട്ടകവും കുതിരയുണ്ട്. ഇതുണ്ടോ റെഡ്മോൺ ബീച്ചിൻ്റെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് ആ ഫ്ലക്സ് കാണാൻ വേണ്ടി പറ്റണില്ല. ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട്, ഒരു എൻട്രൻസ് ഗേറ്റ് പോലെ. കടൽ കണ്ടോ കിടക്കണത്.
കലങ്ങി മറിഞ്ഞിരിക്കുന്ന കടൽ കണ്ടോ? അത്യാവശ്യം നല്ല തിരയുണ്ട് കേട്ടോ. ഉച്ച സമയല്ലേ. അങ്ങ് ദൂരെ ബോട്ടും തോണിയൊക്കെ കാണാവേ. സൂം ചെയ്ത വൃത്തിക്ക് കാണാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങ് ദൂരെയായിട്ട് ഇങ്ങനെ ക്ലിഫുകൾ കണ്ടോ? ക്ലിഫുകൾ നമ്മൾ വർക്കല പോയപ്പോൾ കണ്ടില്ലേ ക്ലിഫ്? നല്ല രസമുണ്ടേ ആ കടലിൽ നിന്ന് ഇങ്ങനെ കയറി നിൽക്കുന്ന ആ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ അങ്ങ് അവിടെ നിന്ന് കാണിച്ചു തന്ന ഒട്ടകങ്ങളെ. ഇത് ഒരു കുതിര അവിടെ ഉണ്ട് പുല്ല് തിന്ന. നല്ല സൈസുള്ള ഒട്ടകമാണേ. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ചെറുതാണെന്ന് വിചാരിച്ചത്, പക്ഷെ അടുത്തെത്തിയപ്പോൾ ഭയങ്കര സൈസ് ഉണ്ട് സാധനം. ഇവിടെ കുറേ നേരം നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. ഭയങ്കര ചൂടാണ് എൻ്റെ അമ്മോ. നമ്മളെ പോലെ നട്ടുച്ചക്ക് ബീച്ചിൽ വരുന്ന കുറച്ച് പ്രാന്തന്മാർ ഇവിടെ ഉണ്ട്. കുറേ കപ്പിൾസാ, കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരൊക്കെ ഉണ്ട്. ഇങ്ങനെ സമയം കളയാൻ വേണ്ടി വന്നിരിക്കുന്നതാ. എന്നെ പോലത്തെ കുറച്ചെണ്ണം മാത്രമേ സിംഗിൾസ് ആയിട്ടുള്ളൂ. ഇതുണ്ട് ഇവിടെ ഒരു കട കണ്ടോ? പഴയകാല മിഠായികൾ എന്നൊക്കെ പറഞ്ഞിട്ട്, ഫാൻസി ഹാൻഡിക്രാഫ്റ്റ് ഗിഫ്റ്റ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കടയുണ്ട്. നോക്കാമല്ലോ നമുക്ക്. 90s 80s ഇൻവെസ്റ്റോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ പഴയ ടൈപ്പ് മുട്ടായികൾ, നാരങ്ങ മിഠായി, പിന്നെ പുളിമുട്ടായി അങ്ങനെയൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ മറ്റേ സിഗരറ്റ് പോലത്തെ ഒരു സാധനമില്ലേ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയണേ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും കുറച്ചങ്ങോട്ടേക്ക് നടന്നിട്ട് വരാം. നട്ടുച്ച എന്നുള്ള ഒരു ഇതേ ഉള്ളൂ, കുഴപ്പമില്ല. ഈ കാണുന്നൊക്കെ ഐസ്ക്രീം പാർലറുകളാണേ. മറ്റേ കോൺ ഐസ് അങ്ങനത്തെ കുറേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇത് ചിൽഡ്രൻസ് പാർക്ക് ഏരിയ ആണ്. അവർക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസൊക്കെ ഇവിടെ ഉള്ളത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ കടകൾ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും ഓപ്പൺ അല്ല. ഇതിൻ്റെ ഇനി വൈകുന്നേരം ആവുന്ന സമയത്താണോ ഇതൊക്കെ ഓപ്പൺ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. ഇവിടെ ചോദിക്കാനായിട്ട് ആരും കാണുന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണം കേട്ടോ. ഇതുണ്ടോ നൈസല്ലേ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്, ആ ആകാശത്തൊട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് രാത്രിക്കാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാ പരിപാടികളൊക്കെ നടക്കുന്നത്. മൊത്തം ഹാപ്പനിങ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരത്തിന് ശേഷമായിരിക്കും. നട്ടുച്ചക്കൊക്കെ ആരാ ഈ പാർക്കിൽ വരുന്നതല്ലേ? അയ്യേ. പിന്നെ കടൽ തീരത്തൊന്നും ഒന്നും നോക്കണ്ട, മൊത്തം കപ്പിൾസാ. ഇവിടുന്ന് എന്തായാലും പോവാം. വലിയൊരു രസമില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പരിസരമല്ല ഇവിടെ. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ഇപ്പോൾ വരുവേ 206-34 നമ്പർ. ഇതിൻ്റെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്കൂൾ എങ്ങാനുണ്ട്. ഞാൻ റീല് കണ്ടതാണ്. എന്നിട്ട് ആ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു കുന്നിൻ്റെ മുകളിലുള്ളൊരു സ്ഥലം. അവിടുന്ന് ഈ ട്രെയിൻ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, റീലിൽ. അങ്ങോട്ടേക്ക് പോകേണ്ട വഴി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതാ പിന്നെ ഞാൻ പോവാത്തത്. ഞാൻ ഇവിടെ മെയിൻ റോഡിലേക്ക് വന്നേ. ഇത് കാസർഗോഡേക്ക് വന്ന ഹൈവേ ആണ് കേട്ടോ. ഇവിടെ ഹോട്ടലൊന്നും കാണാനില്ല ഗൈസ്, പെട്ടുപോയല്ലോ. ഇതൊക്കെ സാധാരണ സ്റ്റോറ്, കാർ വാഷൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ബേക്കറിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഹോട്ടലാണെന്ന്. പിന്നെ സർബത്ത് കട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹോട്ടലില്ല. റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെ നിന്നാണ് ഞാൻ വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് കിടന്നാൽ ഇവിടെ ഒരു ഹോട്ടൽ അമ്പാടി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെ ഊൺ തയ്യാറെന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഒരു പഴയ മോഡൽ ഹോട്ടലാണേ, ബോർഡിട്ട ബിൽഡിങ്. അത് കണ്ടോ? ഞാനവിടെ ഹോട്ടലിൽ കയറി എന്നിട്ട് ചോറ് വാങ്ങിയിട്ടാ. ചോറും മീൻ പൊരിച്ചതും അയില. ഒരു പഴയ ഹോട്ടലാണേ. എന്താ കന്മദം സിനിമയുണ്ട് TV-യിൽ. അങ്ങനെ 70 രൂപക്ക് നല്ല അടിപൊളി ചോറും കറിയും
കഴിച്ചു. എന്നിട്ട് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ്. നല്ല അടിപൊളി ചോറും കറിയായിരുന്നേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മീനൊക്കെ അയിലയാണ് ഞാൻ മേടിച്ചത്, അയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊരിച്ചത്. നല്ല എന്താ പറയണ്ടേ, ഫ്രഷ് മീൻ പൊരിച്ചത് കഴിച്ചിട്ട് കുറേ നാളായി. നമ്മളങ്ങോട്ട് കിട്ടുന്ന മീനുകളൊക്കെ ഭയങ്കര മോശമാണ്. മീനിൻ്റെ ഒന്നും ടേസ്റ്റ് ഉണ്ടാവാറില്ല സത്യം പറഞ്ഞാൽ. കറി വെച്ചാലും പൊരിച്ച് തിന്നാലും ഒന്നും മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ കഴിച്ച അയില നല്ല സൂപ്പറായിരുന്നു, ചോറും അടിപൊളിയായിരുന്നേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പൈസ എടുത്തിട്ട് വരണം കേട്ടോ. അവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല, ഓൺലൈൻ പേയ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പഴയ ആൾക്കാരാണ്, 10-60 വയസ്സിന് മുകളിലുള്ള ഒരു ഭാര്യയും ഭർത്താവ് നടത്തുന്ന ഒരു ഹോട്ടലാണ് അത്. നല്ല നാടൻ ഭക്ഷണം കഴിക്കാം അവിടെ പോയാൽ. പൈസ എടുത്തിട്ട് പോണേ, ഗൂഗിൾ പേ ഇല്ല. ഇനി നമുക്ക് കുറച്ച് നേരം ഈ ഒരു സൈഡിലിരുന്നിട്ട് ട്രെയിൻ സ്പോട്ട് ചെയ്യാം അല്ലേ. ഇവിടെ ഏകദേശം തണൽ വന്നിട്ടുണ്ട്, സൂര്യൻ കുറച്ച് അങ്ങോട്ടേക്ക് പോയി. ഇനിയിപ്പോൾ ഏത് വണ്ടിയാണ് വരേണ്ടതെന്ന് വെച്ചാൽ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതാണേ. അത് നേരത്തെ അങ്ങോട്ട് പോയത് കണ്ടില്ലേ, അതിന് 2:30-2:33 എങ്ങാനാവുന്ന സമയത്ത് ഇതിലൂടെ പാസ് ചെയ്തിട്ട് പോവും. അപ്പം ആ വണ്ടി വരുന്നവരെ ഇനി നമുക്ക് ഇവിടെ ഇരിക്കാം. ഇതൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, G9 വെച്ചിട്ട് BCNA ഫ്ലൈറ്റാണ്. ഹുബ്ബള്ളി ലോക്കോ ഷെഡിൻ്റെ ട്വിൻസ് G9 ആയിരുന്നു ആ BCNAയുടെ ലോക്കോ ഉണ്ടായിരുന്നത്. അതിൽ ഫ്രണ്ടത്തെ ലോക്കോ മറ്റേ ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഉള്ളതാണേ, ചുവപ്പ് കളർ കണ്ടില്ലേ. നമ്മുടെ വന്ദേ ഭാരത് വരുന്നുണ്ട്, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്. നമ്മുടെ മലബാറുകാരുടെ ഒരു ലെജൻഡറി വണ്ടി വരുന്നുണ്ട്, ചെന്നൈ മെയിൽ. നല്ല കത്തിച്ച് വരുവാണേ. മംഗലാപുരത്ത് നിന്ന് ഡെയിലി ചെന്നൈയിലേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാണ്, ഒരു ലെജൻഡറി ട്രെയിൻ എന്നൊക്കെ പറയാം നമുക്ക് ഈ ചെന്നൈ മെയിലിനെ. ഇത് നാളെ രാവിലെ 6:10 ആവുന്ന സമയത്ത് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. 163-48 നമ്പർ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് വരുന്നുണ്ടേ. ഒരു P7 ലോക്കോ, അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ ട്രിവാൻഡ്രം എക്സ്പ്രസ്സും പോയി. സമയം ഇപ്പോൾ 3:40 ആയിട്ടാ. ഈ വണ്ടി കുറച്ച് ലേറ്റാണ്. ഇത് കഴിഞ്ഞ ദിവസം മുംബൈ LTTന്ന് മംഗലാപുരത്തേക്ക് വന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ഇവിടെ മംഗലാപുരത്ത് എത്തിയിട്ട് ആ വണ്ടിയുടെ റേക്കാണ് എന്നിട്ട് നേരെ തിരുവനന്തപുരം എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ രാവിലെ കണ്ടില്ലേ തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത് 163-47 നമ്പർ. ആ വണ്ടി മംഗലാപുരത്ത് എത്തിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് മുംബൈ LTTയിലേക്കുള്ള മത്സ്യഗന്ധയായിട്ട് പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ റൈഡ് ഷെയറിങ് വരുന്നത്. ഇനി ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകാനായിട്ട് പയ്യന്നൂരേക്ക് പോകാനായിട്ട് 6:15 വണ്ടിയുള്ളൂ. മംഗളൂരു കണ്ണൂർ പാസഞ്ചർ പറഞ്ഞിട്ടൊരു വണ്ടി. ഇനി കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്, ഏകദേശം 10 മണിക്കൂറിനടുത്ത് ട്രെയിൻ സ്പോട്ടിങ് ആവും കേട്ടോ. 061-64 മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് അന്ത്യോദയ സ്പെഷ്യലാണ് ഈ വരുന്നത്. ഒരു P7 ലോക്കോ. ഇപ്പോൾ പോയി അന്ത്യോദയ സ്പെഷ്യൽ വണ്ടിയാണ് കേട്ടോ. ഇത് മംഗളൂരു ജംഗ്ഷന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:15 എടുത്തിട്ട് ബുധനാഴ്ച പുലർച്ചെ 3:50 ആവുന്ന സമയത്ത് തിരുവനന്തപുരം നോർത്തിലെത്തും. അതായത് പഴയ കൊച്ചുവേളി.
തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് ആണ് പോയത്. ഇത് അങ്ങ് അവിടെ കണ്ടോ, ഇതാ FOB ഇവിടെ ഉണ്ട്. എന്നാലും അവർക്ക് ആ താഴെ കൂടെ ഇറങ്ങിയ ട്രാക്ക് ക്രോസ് ചെയ്ത് മുറിച്ച് കടന്ന് ഇപ്പുറം കയറിയാലേ നടക്കുകയുള്ളൂ. ഉണ്ടോ എന്തൊക്കെ സൂക്കട നോക്ക്. അധികം വയസ്സൊന്നും ഇല്ലാത്തവരാണേ. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കളിക്കുക താഴേക്ക് തുള്ളാൻ വേണ്ടിയിട്ട്. ആ FOB കയറി വരാൻ ഇത്ര പണിയുണ്ടോ? എന്ത് ചെയ്യാനല്ലേ. ഇത് കണ്ടോ അവർ കളിക്കുന്നത്. ഇറങ്ങാനും പറ്റാനുള്ള കയറാനും പറ്റാനുള്ള പറഞ്ഞ സ്ഥിതിയാണ്. പക്ഷെ എന്നാലും FOB ഉപയോഗിക്കില്ല എന്നാ. വാശി. കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ ബേക്കൽ ഫോർട്ടിൽ എത്തിയിട്ട് ഡിപ്പാർട്ടായി. സമീപം 4:50 ഒരു അസൻസോൾ ലോക്കോ ഷെഡിൻ്റെ G9 ആയിരുന്നു ഇതിൻ്റെ ലോക്കോ ഉണ്ടായിരുന്നത്. ഇവിടെ ബീച്ചൊക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ടോ. അതുകൊണ്ടോ ഇഷ്ടം പോലെ വണ്ടികൾ അവിടെ വന്നിട്ടുണ്ട്. വൈകുന്നേര സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൂടെ കേൾക്കാൻ ചാൻസ് ഇല്ല. ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. സമയം 5:20 നമുക്കിനി പോയിട്ട് പോകാനുള്ള ടിക്കറ്റ് എടുക്കാം. പയ്യന്നൂരേക്ക് പോകാനുള്ള ടിക്കറ്റ് 6:15 ഇവിടെ കണ്ണൂർ പാസഞ്ചർ എത്തും എന്നാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് കുറച്ച് വണ്ടികളൊക്കെ വരാനുണ്ട്. നമ്മുടെ ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് വരാനുണ്ട്. പിന്നെ മംഗള ലക്ഷദ്വീപ് പോകാനുണ്ട്. എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മംഗളയുണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് ഇതാ പറപ്പിച്ച് വരുന്നുണ്ട്. നല്ല കിട്ടിലും പോക്കാണ് മംഗള അടിച്ചു കുത്തി പോയത്. തുഗ്ലക്കാബാദ് ലോക്കോ ഷെഡിൻ്റെ ഒരു P7 ആയിരുന്നു അതിൻ്റെ ലോക്കോ. നല്ല കിണ്ണം കാച്ചിയ പോലായിരുന്നു പോയത്. ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുത്തു. ഇവിടുന്ന് ബേക്കൽ ഫോർട്ടിൽ നിന്ന് പയ്യന്നൂർ വരെ ഓർഡിനറി, അതായത് ലോക്കൽ ട്രെയിൻ അല്ലേ, പാസഞ്ചർ അല്ലേ, വെറും 10 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇവിടെ വന്നിരിക്കുക. സമീപം 5:42 അത്രയേ ഉള്ളൂ. ഇനിയും ഒരു അരമണിക്കൂറുണ്ട്. നമുക്ക് ചെറിയൊരു പണി കിട്ടിയല്ലോ ഗൈസ്. 4:55 ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ആ വണ്ടി മംഗലാപുരത്ത് നിന്ന് എടുത്തത് 5:30 അത്രയും ഡിലേ ആയി. എന്നിട്ടിപ്പോൾ ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് 50 മിനിറ്റിന് മുകളിൽ ഡിലേ ആയിട്ടാണ്. അതിൻ്റെ പുറകിലാണ് ഇപ്പം നമ്മുടെ കണ്ണൂർ പാസഞ്ചർ വരുന്നത്. അതിപ്പം മംഗലാപുരത്ത് നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. ഇനി എപ്പോൾ ഇവിടെ ബേക്കലിലെത്താനാ? നമ്മൾ മിക്കവാറും കുറേ ലേറ്റ് ആവും. ഇവിടെ വെറുതെ പോസ്റ്റ് ഇരിക്കേണ്ടി വരുമെന്ന്. നമ്പർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് കേട്ടോ. നമ്മുടെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. സമീപം 7:10.
മണിക്കൂറിന് മേലെ ലേറ്റായിട്ട് നമ്മുടെ കണ്ണൂർ പാസഞ്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണല്ലോ. എവിടെയെങ്കിലും കയറാം നമുക്ക്. 7 മണിക്ക് ഇവിടെ പയ്യന്നൂർ എത്തേണ്ട വണ്ടിയാണ്. ഇപ്പോൾ 8 മണിയായി. കറക്റ്റ് 1 മണിക്കൂർ ലേറ്റായി. ആ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് മംഗലാപുരത്ത് നിന്ന് എടുക്കാൻ ലേറ്റായതാണ് എല്ലാത്തിനും പണിയായി പോയത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ, അതായത് നമ്മുടെ ഈ കണ്ണൂർ പാസഞ്ചറിൻ്റെ തൊട്ട് പുറകിൽ ഓക്കയിൽ എറണാകുളത്തേക്ക് വരുന്ന വണ്ടിയുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിൽ മാവേലി ഉണ്ട്, തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാവേലി. ഇനി ഇതിപ്പം ഇവിടെ പയ്യന്നൂർ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. ഇനി ഓക്കയും മാവേലിയും കയറി പോയിട്ട് ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ. എന്താ അല്ലേ അവസ്ഥ നോക്ക്. ഇന്ത്യൻ റെയിൽവേ എപ്പോഴാണ് ഇതൊക്കെ ഇന്ന് ശരിയാവുക? ഭയങ്കര കഷ്ടം തന്നെ. ഇത്ര ആൾക്കാരെങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ബസ്സിനൊക്കെ പോകേണ്ടവരാണെങ്കിൽ, ഈ പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴ ഭാഗത്തൊക്കെ പോകേണ്ടവരാണെങ്കിൽ ഇവിടുന്ന് ലാസ്റ്റ് ബസ് 8:15. നോക്കണം എന്തായിരിക്കും അല്ലേ. ബസ്സൊന്നും കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ. 48 മിനിറ്റ് ഡിലേ അടിച്ചിട്ട് ഓക്ക എറണാകുളം വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ട്രെയിനാണ് ഈ ഓക്ക എറണാകുളം. വീട്ടിൽ പോവാണ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. 8 മണിയാകുമ്പോൾ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചതാണ്. ഇനി 1 മണിക്കൂറുണ്ട് വീട്ടിലേക്ക് പയ്യന്നൂരിൽ നിന്ന്. ബേക്കൽ കോട്ടയിൽ വെച്ചുള്ള ആ ട്രെയിൻ സ്പോട്ടിംഗ് വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പയ്യന്നൂർ എത്തിയിട്ട് പയ്യന്നൂർ നേരെ നാട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡിനെ കയറ്റിയിട്ട് അവിടെ വെച്ചിട്ടാണ് വീഡിയോ എൻഡ് ചെയ്യുന്നത്. പയ്യന്നൂർ വെച്ച് എൻഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി, സോറി. അപ്പോൾ ഏകദേശം 10-11 മണിക്കൂർ നമ്മൾ ഈ ഒരു ട്രെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബേക്കൽ ഫോർട്ടിലുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആവുന്ന സമയത്ത് അവിടെ അപ്പുറം റെഡ് മൂൺ ബീച്ചിലൊക്കെ ഭയങ്കര പാട്ടും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മളെന്തായാലും ട്രെയിൻ സ്പോട്ടിങ്ങിന് പോയതല്ലേ, അപ്പം അതിൽ ഫോക്കസ് ചെയ്തിട്ട് അവിടെ തന്നെ നിന്നു. ട്രെയിൻ ലേറ്റ് ആയതാണ് ഭയങ്കര പറ്റിപ്പോയത്. ഏകദേശം 8 മണിയാകുന്ന സമയത്ത് വീട്ടിലെത്തേണ്ടത് ഞാനാണിപ്പം 9 മണി കഴിഞ്ഞിപ്പം. എന്താ ചെയ്യുക അല്ലേ. ഇന്ത്യൻ റെയിൽവേയുടെ ഓരോരോ കാര്യം, അവരുടെ കാര്യമൊന്നും പറഞ്ഞാൽ തീരില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവർ മാറ്റാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ട്രെയിൻ സ്പോട്ടിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.